ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ലീനിയർ ട്രാൻസ്ഫോർമേഷൻസിൻ്റെ കോമ്പോസിഷനാണ്. അത് ലീനിയർ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഫംഗ്ഷൻസിനല്ലേ, അത് ലീനിയാരിറ്റി കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഫംഗ്ഷൻസിനാണ് നമ്മൾ എന്താ പറയുക, ലീനിയർ ട്രാൻസ്ഫോർമേഷൻസ് എന്ന് പറയാം. അപ്പോൾ ഫംഗ്ഷൻസിൻ്റെ കോമ്പോസിഷൻ നമ്മൾ പ്ലസ് ടു മുതലോ പ്ലസ് വൺ മുതലോ നമുക്ക് അറിയുന്നതാണ്. അപ്പോൾ അതേപോലെ ലീനിയർ ട്രാൻസ്ഫോർമേഷനൊപ്പം എന്തുണ്ടാവും, കോമ്പോസിഷൻ ഉണ്ടാവും. കാരണം ലീനിയർ ട്രാൻസ്ഫോർമേഷൻസ് ഒക്കെ എന്താണ്, ഫംഗ്ഷൻസിനാണ്. സോ ഇതൊന്ന് പോസിറ്റീവ് വായിച്ചു കേട്ടോ. നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്നത്, അതായത് നമുക്ക് 3 വെക്ടർ സ്പേസുകൾ വിചാരിക്കും, യു വി ഡബ്ല്യു ഓവർ ദ സെയിം ഫീൽഡ് എഫ്. എന്നിട്ട് യുന്ന് വിയിലേക്കൊരു ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ടി ഉണ്ട്, വിന്ന് ഡബ്ല്യൂയിലേക്ക് ഒരു ലീനിയർ ട്രാൻസ്ഫോർമേഷൻ എസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് ട്രാൻസ്ഫോർമേഷൻ്റെയും കോമ്പോസിറ്റ്, അതായത് എസ് കോമ്പോസിറ്റ് ടി, അത് എവിടെ നിന്ന് അങ്ങോട്ടേക്ക് വർക്ക് ചെയ്യും, യുന്ന് ഡബ്ല്യൂയിലേക്ക് ഡയറക്റ്റ്ലി വർക്ക് ചെയ്യും അല്ലേ, എസ് കോമ്പോസിറ്റ് ടി. ഇപ്പോൾ എസ് കോമ്പോസിറ്റ് ടി ഈസ് എ ഫംഗ്ഷൻ ഫ്രം യു ടു ഡബ്ല്യൂ. ഇതൊക്കെ പ്ലസ് ടു മുതൽ നമുക്ക് അറിയുന്നതാണ്. അതെങ്ങനെ ഡിഫൈൻ ചെയ്തത്, എസ് കോമ്പോസിറ്റ് ടി ഓഫ്, ഇവിടുന്ന് ഇൻപുട്ട് യു കൊടുത്തു കഴിഞ്ഞാൽ ഔട്ട്പുട്ട് അങ്ങനെ കിട്ടുക എസ് ഓഫ് ടി ഓഫ് യു അല്ലേ. ഇവിടുന്ന് കൊടുക്കുന്ന യു, അതായത് ഇവിടുത്തെ ഒരു യു എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഇമേജ് ടി ഓഫ് യു ഇവിടെ കാണാം, ഇമേജ് അണ്ടർ ടി, യുവിൻ്റെ ഇമേജ് കാണാം. എന്നിട്ട് ആ ടി ഓഫ് യുവിൻ്റെ ഇമേജ് അണ്ടർ എസ് കാണാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, എസ് ഓഫ് ടി ഓഫ് യു. അതാണ് യുവിൻ്റെ ഇമേജ് അണ്ടർ എസ് കോമ്പോസിറ്റ് അല്ലേ, എസ് ഓഫ് ടി ഓഫ് യു. സ്കൂൾ മുതൽ അറിയുന്ന കാര്യമാണ്, പ്രത്യേകിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാനൊന്നുമില്ല. അപ്പോൾ ഇങ്ങനെയാണ് എസ് കോമ്പോസിറ്റ് ഡിഫൈൻ ചെയ്തത്. ഇറ്റ് ഈസ് എ ഫംഗ്ഷൻ ഫ്രം യു ടു ഡബ്ല്യൂ. ഇനി നമ്മളിവിടെ പ്രൂവ് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ടിയും എസും ഒക്കെ എന്താണ്, ലീനിയർ ട്രാൻസ്ഫോർമേഷൻസ് ആണ്. അങ്ങനെയാണെങ്കിൽ ഈ എസ് കോമ്പോസിറ്റ് ടി ആയി വന്ന ഈ ഫംഗ്ഷനും ഒരു ലീനിയർ ട്രാൻസ്ഫോർമേഷനാണ് ഫ്രം യു ടു ഡബ്ല്യൂ നമ്മൾ കാണിക്കണം. അപ്പോൾ അതിനെന്ത് ചെയ്താൽ മതി, ഈ എസ് കോമ്പോസിറ്റ് ടിക്ക് ലീനിയാരിറ്റി കണ്ടീഷൻസ് ഒക്കെ ഉണ്ട്, അതായത് എസ് കോമ്പോസിറ്റ് ടി സാറ്റിസ്ഫൈ ലീനിയാരിറ്റി കണ്ടീഷൻ എന്ന് കാണിച്ചാൽ മതിയല്ലോ. അപ്പോൾ നിങ്ങൾ കാണിച്ചോളൂ, ഞാൻ ഇവിടെ വെച്ചിട്ട് ഞാൻ ഇവിടെ എഴുതാം. ഇതാ എസ് കോമ്പോസിറ്റ് ടി ഈസ് ലീനിയർ എന്ന് ഇവിടെ ഞാൻ കാണിച്ചിട്ടുണ്ട്. ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. ഇവിടെ ഒന്നുമില്ല, എസും ടിയും ലീനിയർ ട്രാൻസ്ഫോർമേഷൻസ് എന്നുള്ള ഐഡിയ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈ സ്റ്റെപ്പൊക്കെ മനസ്സിലാക്കാവുന്നതാണ്. ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇനി അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ പ്രൂവ് ചെയ്തതാണ്, രണ്ട് ലീനിയർ ട്രാൻസ്ഫോർമേഷൻസിൻ്റെ കോമ്പോസിഷനും ഒരു ലീനിയർ ട്രാൻസ്ഫോർമേഷൻ പ്രൂവ് ചെയ്തു. ഇനി ഇവിടെ പറയാനുള്ളൊരു കാര്യം, ഈ കോമ്പോസിഷനെ സാധാരണ നമ്മൾ ലീനിയർ ട്രാൻസ്ഫോർമേഷൻ്റെ കേസിൽ നമ്മൾ ഇനി വിളിക്കുക പ്രോഡക്റ്റ് എന്നാണ്. അതായത് കോമ്പോസിഷൻ ഓഫ് ട്രാൻസ്ഫോർമേഷൻസ് പറയുന്നതിന് പകരം പ്രോഡക്റ്റ് ഓഫ് ലീനിയർ ട്രാൻസ്ഫോർമേഷൻസ് നമ്മൾ പറയാം. അത് ഞാൻ ഇവിടെ മാച്ചിട്ടൊന്ന് എഴുതാം കേട്ടോ. അത് അതിന് സിമ്പലിനും ചെറിയൊരു വ്യത്യാസം വരുത്താണ്ട് ഞാൻ ഇവിടെ എഴുതാം. ഇതാ ഇതൊന്ന് ശ്രദ്ധയിൽ വെച്ചോളൂ. അതായത് കോമ്പോസിഷൻ ഓഫ് ലീനിയർ ട്രാൻസ്ഫോർമേഷൻസ് എന്ന് പറയുന്നതിന് പകരം നമ്മൾ പറയാം പ്രോഡക്റ്റ് ഓഫ് ലീനിയർ ട്രാൻസ്ഫോർമേഷൻസ് എന്നാണ്. മാത്രമല്ല നമ്മളിനി മുതൽ എസ് കോമ്പോസിറ്റ് എന്ന് ഇങ്ങനെ എഴുതൂല, അതിന് പകരം ജസ്റ്റ് എസ് ടി ഇങ്ങനെ എഴുതും. അപ്പോൾ എസ് ടി എന്ന് കണ്ടാൽ മനസ്സിലാക്കണം, ഇറ്റ് ഈസ് എസ് കോമ്പോസിറ്റ് ടി അല്ലേ. പ്രോഡക്റ്റ് നമ്മൾ എക്സ് വൈ എന്നൊക്കെ പറയാറില്ല, അതേമാതിരി എസ് ടി എഴുതി. അപ്പം കോമ്പോസിഷൻ ഓഫ് ട്രാൻസ്ഫോർമേഷൻസ് വരെ നമ്മൾ പറയുക പ്രോഡക്റ്റ് ഓഫ് ട്രാൻസ്ഫോർമേഷൻ എന്നാണ്. ഇനി എസ് കോമ്പോസിറ്റിക്ക് വരെ നമ്മൾ എഴുതുക എസ് ടി എന്നാണ്. ഓക്കെ, സോ ഒക്കെ നിങ്ങൾ ശ്രദ്ധയിൽ വെക്കുക. അപ്പോൾ നമ്മളിപ്പോൾ പ്രൂവ് ചെയ്തതാണ്, പിന്നെ നമുക്ക് ഈ പുതിയ വാക്ക് ഉപയോഗിച്ചിട്ട് ഇങ്ങനെ പറയാം, പ്രോഡക്റ്റ് ഓഫ് ലീനിയർ ട്രാൻസ്ഫോർമേഷൻസ് ഈസ് അഗെയിൻ എ ലീനിയർ ട്രാൻസ്ഫോർമേഷൻ എന്നാണ് നമ്മളിപ്പോൾ പ്രൂവ് ചെയ്തത്. ഇനി നമ്മൾ ഈ പ്രോഡക്റ്റ് ഓഫ് ട്രാൻസ്ഫോർമേഷൻസിൻ്റെ കുറച്ചുകൂടി പ്രോപ്പർട്ടീസ് പറഞ്ഞതിന് ശേഷം നമുക്ക് ഈ വീഡിയോ നിർത്താം. പ്രോഡക്റ്റ് ഓഫ് ട്രാൻസ്ഫോർമേഷൻസിന് ഈ നൈസ് പ്രോപ്പർട്ടീസൊക്കെ ഉണ്ട്. ഇതൊക്കെ നിങ്ങൾ സ്വന്തം പ്രൂവ് ചെയ്യട്ടോ, അതായത് അസോസിയേറ്റീവാണ്. അത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യണ്ടല്ലോ, എന്നെ വായിച്ചിട്ട് പ്രൂവ് ചെയ്യുക. ഇതൊക്കെ തന്നെ ഇതൊക്കെ കാണുമ്പോൾ മനസ്സിലാവും ഈ കോമ്പോസിഷൻ ഓഫ് ട്രാൻസ്ഫോർമേഷൻ നമ്മൾ എന്തിനാ പ്രോഡക്റ്റ് ഓഫ് ട്രാൻസ്ഫോർമേഷൻ എന്ന് വിളിച്ചത്. നമ്പേഴ്സിൽ ആ പ്രോഡക്റ്റിൻ്റെ ആ പ്രോപ്പർട്ടീസൊക്കെ തന്നെ അല്ലേ ഇത് അല്ലേ, നമ്പേഴ്സിൻ്റെ പ്രോഡക്റ്റ് അസോസിയേറ്റീവാണ്. അതുപോലെ തന്നെ നമ്പേഴ്സിൽ അഡീഷനും മൾട്ടിപ്ലിക്കേഷൻ ഡിസ്ട്രിബ്യൂട്ടീവ് അല്ലേ, എ പ്ലസ് ബി ഇൻറ്റു സി ഈക്വൽ ടു എ സി പ്ലസ് ബി സി എന്നൊക്കെ പറയില്ലേ, അതുപോലെ തന്നെ അല്ലേ പറഞ്ഞൊക്കെ. സോ ആ നമ്പേഴ്സിലെ പ്രോഡക്റ്റിൻ്റെ അതേ സ്വഭാവമൊക്കെ ഈ ലീനിയർ ട്രാൻസ്ഫോർമേഷൻസിൻ്റെ ഇടയിൽ കോമ്പോസിഷനുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കോമ്പോസിഷനെ പ്രോഡക്റ്റ് എന്ന് വിളിച്ചതിൽ തെറ്റില്ല അല്ലേ. പക്ഷേ ഇവിടെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. അപ്പോൾ നമ്പേഴ്സിലെ പ്രോഡക്റ്റ് കമ്മ്യൂട്ടേറ്റീവാണ്, പക്ഷേ ഇവിടെ ലീനിയർ ട്രാൻസ്ഫോർമേഷൻസിൻ്റെ ഇടയിലുള്ള ഈ കോമ്പോസിഷൻ, അതായത് ഈ പ്രോഡക്റ്റ് എന്തല്ല കമ്മ്യൂട്ടേറ്റീവ് അല്ല, എപ്പോഴും കമ്മ്യൂട്ടേറ്റീവ് ആയിക്കോളുന്നില്ല. ഞാൻ ഇത് വെച്ചിട്ടൊരു എക്സാമ്പിൾ തരാം. അത് പ്രോഡക്റ്റ് ഓഫ് ട്രാൻസ്ഫോർമേഷൻസ് മേ നോട്ട് ബി കമ്മ്യൂട്ടേറ്റീവ് ഓൾവേസ്. ഞാൻ എക്സാമ്പിൾ കാണിച്ചു തരാം. ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും പ്രോഡക്റ്റ് എപ്പോഴും കമ്മ്യൂട്ടേറ്റീവ് ആയിക്കോളുന്നില്ല. നിങ്ങൾ സ്വന്തം ചെയ്ത് നോക്കുക, ഡൗട്ടുണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. അപ്പോൾ ഇനി അടുത്ത വീഡിയോ കാണാം.